അച്ഛൻ നോക്കിക്കോ, യഥാർത്ഥ പ്രതി വൈകാതെ പിടിയിലാവും. അല്ല, അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലല്ലേ പ്രതിയെ പിടിക്കേണ്ട കാര്യമുള്ളൂ. അവൻ യാത്ര പോയിരിക്കുകയാണെങ്കിലോ? അതിനുള്ള സാധ്യത വളരെ കുറവാ അമ്മേ. എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഋഷിക്ക്. എന്തായാലും ഞാൻ DYSP വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നന്ദു, എന്താ നന്ദ, നിനക്കിതിലൊന്നും പറയാനില്ലേ? ഞാൻ കേൾക്കായിരുന്നു. ഋഷിയുടെ കാര്യങ്ങള് എന്തെങ്കിലും നിന്നോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല, ഒന്നും ചോദിക്കാറില്ല. എന്നോടെന്തിനാ ചോദിക്കുന്നേ? ഇനി അഥവാ ചോദിച്ചാലും പഴയ കാര്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പോകണ്ട. ഏയ്, നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ശരി മോളെ, നീ കൂടെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ശരി അമ്മ. നന്ദു, സത്യത്തില് ഞാനിന്ന് പുറത്തേക്കൊന്ന് പോവാന്ന് പ്രതീക്ഷിച്ചതാ. ബീച്ചിൽ പോയെന്നൊക്കെ നന്ദു സ്വപ്നം കണ്ടത് മുതല് ഞാൻ അങ്ങനെ ഒരു സങ്കല്പത്തിലായിരുന്നു. പോട്ടെ, നമുക്ക് നാളെ പോവാം അല്ലേ? നാളെ പോ. നന്ദു, ഇന്ന് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി വരാത്ത എന്താ? നന്ദുവിന് എന്നെ ഇഷ്ടമില്ലാതായി തുടങ്ങിയോ? മടുത്തു തുടങ്ങിയോ? ഏയ്, എന്തായി പറയുന്നേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. നന്ദുവിന് എന്നെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇല്ല, അങ്ങനൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നീ കൂടെയുള്ളത് എന്റെ ധൈര്യം. മുരളിയോ? ത്യാഗരാജന്റെ കാറല്ലേ ഇത്? അതെ മാഡം. അവനെവിടെ? അത് ആള് കാറിലുണ്ട്. അയ്യോ, അവനെന്തു പറ്റി? മുരളി, അവനെന്താ പറ്റിയേ? വല്ല ആക്സിഡന്റ്? അങ്ങനെയൊന്നുമില്ല, ആള് നല്ല ഫോമില്. ഡോറടക്കേണ്ട. ആരാ നീ? ആരാണ്? ആരാ നീ? അയ്യോ, ഡോറണഞ്ഞു. ചേച്ചിയല്ലേ ത്യാഗരാജന്റെ? അതെ അതെ, അത് തന്നെ. ഇവനാരാ? ഇവനേതാ? ആരാ നീ? എന്റെ ചേച്ചിനെ നീ എന്നെ അയ്യോ പിടിച്ചോ? എന്തായി കാണിക്കുന്നത്? അയ്യോ, അടങ്ങി നിൽക്കേ. ഞാനാ നിങ്ങളെ പൊക്കി എടുത്തോണ്ട് വന്ന മുരളി. ഏതാ നീ? എന്നെ വീടാൻ ചേച്ചി മനേതാ? എന്റെ ചേച്ചിയായിട്ട് നീ? അയ്യോ അയ്യോ അയ്യോ, പോയി. നടക്ക്, അകത്തോട്ട് കയറാൻ. അതാണ് വീട്. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയിക്കോ. ചേച്ചി സോറി, ഞാൻ ഓക്കെയാണ്. ഇവനാ ഫിറ്റ്. ഇവനൊന്ന് കിടത്തിയിട്ട് വരാം. കേറിക്കോ.
ഉമ്പോ എന്റെ മുണ്ട് എഴുന്നേക്ക്. ഷർട്ടായിരുന്നു, മുണ്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ കാണിക്കാം. ഓ അത് തന്നെ. ലെഫ്റ്റ് അടുത്ത് റൈറ്റ്. ഇത് തന്നെ. ഓ താങ്ക് യു. എന്താ മുരളി സംഭവിച്ചേ? മാഡം, ഞാൻ MLA വീട്ടിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോ വഴിയിൽ ആരോ കിടക്കുന്ന കണ്ടു. നോക്കിയപ്പോഴാ മനസ്സിലായത് ഇദ്ദേഹമാണെന്ന്. ത്യാഗരാജൻ മദ്യപിക്കും, പക്ഷെ ഇങ്ങനെ ലെവലില്ലാതെ വഴി കിടക്കാറൊന്നുമില്ല. എന്തായാലും ആളെ ഒന്ന് ശ്രദ്ധിക്കണം മാഡം. മുരളി അവനെ വീട്ടിലെത്തിച്ചല്ലോ, നന്ദിയുണ്ട് മുരളി. അയ്യോ, എന്നോട് നന്ദിയൊന്നും പറയണ്ട. ആളെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ ഇറങ്ങിയോട്ടെ മാഡം. മാഡം, ഒരു കാര്യം. എന്താ? ഞാൻ ഇദ്ദേഹത്തെ അടുത്ത് കാറി കയറ്റിയപ്പോ അദ്ദേഹത്തിന്റെ ഫോൺ ബെല്ലടിച്ചു. അത്യാവശ്യക്കാരെങ്കിലും ആണെന്ന് കരുതി ഞാൻ ഫോൺ എടുത്തു. ഫോണിലൂടെ ഒരാൾ ചോദിച്ചു, ദേവിക പെട്ടെന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ, എന്നിട്ട് അവളെ തലയെ കയറ്റിക്കൊണ്ട് നടക്കുകയാണോന്ന്. അത് കേട്ടപ്പോ എനിക്കെന്തോ സംശയം തോന്നി. മാഡം ഒന്ന് ശ്രദ്ധിക്കണം. ത്യാഗരാജ, ഇവിടെ ത്യാഗരാജ, എടാ. അമ്മേ, എന്താ മോളെ? എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും നന്ദുന്റെ പേടിയും ടെൻഷനൊന്നും മാറുന്നില്ലല്ലോ അമ്മേ. അതൊക്കെ ശരിയായിക്കോളും. അവന്റെ പിറകെ നടന്ന് നമുക്കിനി ഓരോന്ന് ചെകഞ്ഞന്വേഷിക്കാൻ നടക്കണ്ട മോളെ. വരട്ടെ. ഓരോ ദിവസവും രീതികൾ മാറും പോലെ. ഇന്ന് കാണുമ്പോ തോന്നും എല്ലാം കഴിഞ്ഞു, ഒക്കെ നേരെ ആയിന്ന്. അടുത്ത ദിവസം കാര്യങ്ങൾ തലകുത്തനെ. മോളെ, നീ അത് വിട്. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണോ? നീ എന്തൊക്കെയാ പറയുന്നേ? സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനോ? അതിനും മാത്രമുള്ള മാനസിക പ്രശ്നമൊന്നും നന്ദനില്ല. ഒരു മനപ്രയാസമുണ്ട്, അത് താനെ അങ്ങ് മാറിക്കോളും. അമ്മയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞോളും. കാരണം കണ്ടുപിടിക്കണ്ടേ? അതോടെ അവനെന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് അവനൊരു തോന്നൽ വരും. ഒന്നും വേണ്ട മോളെ, നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ പോകുന്നതെന്ന്. എന്താ മുരളി കാണണമെന്ന് പറഞ്ഞേ? പകല് നമ്മൾ കണ്ട് പിരിഞ്ഞതല്ലേ ഉള്ളൂ, പെട്ടെന്ന് എന്താ ഒരു പ്രശ്നം? അല്ല കെവിൻ, നന്ദന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാന്ന് കരുതിയിട്ടാ. അല്ല, അത് ഞാൻ പറഞ്ഞതാണല്ലോ. കെവിൻ പറഞ്ഞു, കെവിന്റെ കമ്പനിയിലെ പ്രശ്നങ്ങളാണ് നന്ദന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന്. ദേവികയും കൂടി ഒപ്പം ഉണ്ടായിരുന്നോണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാതിരുന്നത്. എന്താ മുരളിക്ക് അറിയണ്ടേ? കെവിൻ തെറ്റിദ്ധരിക്കരുത്. കെവിന്റെ ഇപ്പോഴത്തെ ഈ തിരിച്ചുവരവിന് മുമ്പ് വരെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നന്ദൻ ആദ്യം അറിയിക്കുന്ന എന്നെയായിരിക്കും. ദിവസവും ഒരു 4-5 പ്രാവശ്യമെങ്കിലും വിളിക്കും. ഏത് ഇഷ്യൂ ആണെങ്കിലും ഉറപ്പായിട്ടും അവൻ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുമായിരുന്നു. എന്നോട് പറയാത്ത ഒരു രഹസ്യവും അവനില്ലായിരുന്നു. പക്ഷെ ഇപ്പോ സത്യത്തിലേ മുരളിയുടെ ഒരു കോംപ്ലക്സ് ആയി ഈ പറയുന്നതെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആത്മമിത്രം പുതിയൊരാളെ കിട്ടിയപ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊരു കോംപ്ലക്സ്. അയ്യോ,
കെവിൻ അങ്ങനെയല്ല. അവൻ ഓഫീസിൽ ഒരുപാട് തിരക്കുണ്ട് മുരളി. അതാ മുരളിയെ വിളിക്കാനും കാണാനൊന്നും പറ്റാത്തെ. മുരളിയെക്കുറിച്ച് നന്ദൻ എപ്പോഴും പറയും. കെവിൻ, നന്ദൻ ഒരു പാവമാണ്. എനിക്കറിയാം, വെറും പാവുമല്ല, അവൻ പഞ്ചപാവുക. ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും പെട്ടെന്ന് വരും. അറിയാം മുരളി. അവന് കുഴപ്പമൊന്നും ഉണ്ടാവും നോക്കിക്കോണം കെവിൻ. ഹേയ്, നന്ദനേക്കാൾ പാവമാണല്ലോ മുരളി. മുരളി, അവനെ ഞാൻ നോക്കിക്കോളാം. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എന്നെ ഒരുപാട് സഹായിച്ച ആളാ നന്ദൻ. അവൻ അപ്പോഴേ വലിയ കാശുകാരനാ. പല ദിവസങ്ങളിലും നമ്മൾ കൂട്ടുകാർ ആഹാരം കഴിക്കുന്നതേ അവന്റെ ചെലവിലാ. എന്റെ മനസ്സിടയ്ക്ക് പറയും പോലെ കെവിൻ പറഞ്ഞ കാരണത്തിനപ്പുറം മറ്റെന്തോ ഉണ്ട് അവന്റെ അവസ്ഥയ്ക്ക് പിറകിലെന്ന്. അതെനിക്കറിയില്ല മുരളി. നമുക്കൊരാളുടെ മനസ്സിൽ കയറി ചൂഴ്ന്നു നോക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എൻ്റെ അറിവ് വെച്ചാ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒറ്റ കാരണേ ഉള്ളൂ, അത് ഓഫീസിലെ ഇഷ്യൂ ആണ്. പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് മുരളിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, നമുക്ക് ആ വഴിക്കും അന്വേഷിക്കാം. അല്ല, എനിക്കെങ്ങനെ സംശയമൊന്നുമില്ല. ഞാൻ കെവിനോട് സൂചിപ്പിച്ചതാ, ഇനി നമ്മളറിയാത്ത മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോന്ന്. നമുക്കറിയാത്ത കാരണം എന്തെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും മുരളി? ഞാൻ പറഞ്ഞത് കെവിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളാ. മുരളി പറഞ്ഞതൊക്കെ ഞാൻ പോസിറ്റീവായിട്ടേ എടുത്തിട്ടുള്ളൂ. ഓഫീസിൽ ഇഷ്യൂ കാരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ അത് തന്നെ ആയിരിക്കും. എന്തായാലും നന്ദനെ പഴയ നന്ദനാക്കി കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ തന്നെ കുറച്ച് മാറ്റമുണ്ട്, വൈകാതെ പൂർണ്ണമായിട്ട് മാറും. അപ്പൊ വേറൊന്നുമില്ലല്ലോ? ഇല്ല കെവിൻ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി. അല്ല, മുരളിയുടെ വീട് എവിടെയാ? ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. ശരി ശരി. നന്ദു, എന്താ ആലോചിക്കുന്നേ? ഉറക്കം വരുന്നില്ലേ? ദേവി ഉറങ്ങിക്കോ. നന്ദുവിനെ എന്തോ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് എന്നോട് പറയാത്തെന്താ? ഇല്ല ദേവി, ഒന്നുമില്ല. പിന്നെന്താ ഈ ആലോചിക്കുന്നേ? അത് കെവിന്റെ ഓഫീസിലെ പ്രശ്നങ്ങള്. അതിനെക്കുറിച്ച് കുറ്റബോധമൊന്നും വേണ്ടെന്ന് കെവിൻ തന്നെ പറഞ്ഞില്ലേ? സത്യം പറഞ്ഞോ, ഇന്ന് ബീച്ചിൽ പോകുന്നതും നന്ദുവിനോട് ചേർന്നിരുന്ന് വർത്തമാനം പറയുന്നതും ഒക്കെ ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു. വൈകാതെ നമുക്ക് പോവാം. നന്ദു, ഞാൻ എന്നെ അങ്ങ് പുകഴ്ത്തി പറയുന്നതല്ല. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനിടയിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാവുമായിരുന്നറിയോ? സത്യം, നീ പറഞ്ഞ ശരിയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവി, ഞാൻ നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഏത് വിഷമവും ഞാൻ താങ്ങും. നന്ദു എന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായ? ഉറപ്പായിട്ടും ഞാനുണ്ട്. നന്ദുവിന്റെ കൂടെ ഞാനും ഉണ്ട്. സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ.
നന്ദ, നീ എന്താ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ലമ്മേ, വെറുതെ. വെറുതെയോ? ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നതോ? നീ ഉറങ്ങാത്ത എന്താ? അമ്മ എന്താ ഉറങ്ങാഞ്ഞേ? മക്കൾക്ക് ഉറക്കം കിട്ടില്ല എന്നറിയുമ്പോ അമ്മമാർക്ക് ഉറങ്ങാൻ പറ്റൂടാ? മോനെ, നിന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ നീ മാത്രോ. എന്റെ വയറ്റിൽ കിടന്ന് മടിയിൽ വളർന്ന എന്റെ മോൻ സ്വസ്ഥത കിട്ടാതെ കഴിയുമ്പോ ഞാൻ എങ്ങനെ ഉറങ്ങും? കുഞ്ഞായിരുന്ന നീ തൊട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇടയ്ക്കൊന്ന് അനങ്ങും. ആ അനക്കം കേട്ടാ മതി ഞാൻ ചാടി എഴുന്നേക്കാൻ. നീ എന്ന് കരയുമ്പോ എനിക്കറിയാം എന്തിനു വേണ്ടിയാണെന്ന്. പാലിനു വേണ്ടിയുള്ള കരച്ചിൽ, ഉറക്കം കിട്ടാതെയുള്ള കരച്ചിൽ, വേദനിച്ചിട്ടുള്ള കരച്ചിൽ. അങ്ങനെ ഓരോ കരച്ചിലും എനിക്ക് തിരിച്ചറിയാം. പക്ഷെ ഇപ്പൊ നിന്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ പറയടാ മോനെ, അമ്മയോട് പറ. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? കെവിൻ പറഞ്ഞ കാര്യങ്ങളല്ലേ വാസ്തവം? പറയാത്ത മറ്റെന്തെങ്കിലും സത്യങ്ങളുണ്ടോ? അമ്മയോട് പറ. നിനക്കറിയല്ലോ, ഈ ലോകത്ത് ഏത് തെറ്റിനും മാപ്പ് തരുന്ന ഒരേ ഒരു കോടതി അമ്മയാണെന്ന്. നീ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ? പറ, തുറന്നു പറ.
എന്താ മോനെ? നന്ദ, എന്താടാ? അമ്മേ, എന്താടാ? അമ്മേ, ഞാൻ നന്ദ, എന്താ മോനെ? അമ്മേ, അമ്മ ചോദിച്ച നേരം എന്താ? ഞാനൊരു തെറ്റ് ചെയ്തമ്മേ. എന്താ തെറ്റ്? മോനെ ഒന്ന് പറ. എന്താ? കമ്പനിയിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും? അല്ല, നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എന്നാലും ചോദിച്ചു പോവാ. അതൊന്നും അല്ല അമ്മേ. അമ്മ ചിന്തിക്കുന്നതിനേക്കാളും വലിയ തെറ്റാ. മോനെ, എന്താന്ന് പറ. അമ്മ പേടിക്കരുത്. ഇല്ല, ഇല്ല. എന്താണെന്ന് എന്റെ മോൻ പറ.